ചെമ്പ് പോലും വെളിയിൽ ആരും കണ്ടിട്ടില്ല. അതങ്ങ് വീട്ടിനകത്ത് ക്ലിഫ് ഹൗസിനകത്ത് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ വി ഡോണ്ട് നോ വാട്ട് ഹാപ്പൻസ് ഫ്രം ദെയർ. ഭാര്യയാണ് CM രവീന്ദ്രനുമായിട്ടിരുന്ന് പദ്ധതികൾ തീരുമാനിക്കുന്നത്. നമസ്കാരം. പുരാണത്തിൽ ഗാന്ധാരിയുടെയും ഉത്തരയുടെയും ദ്രൗപദിയുടെയും ഒക്കെ കണ്ണീരിലും ശാപത്തിലും നശിച്ചുപോയ വംശങ്ങളും കഥാപാത്രങ്ങളുമുണ്ട്. പാഞ്ചാലിയുടെ ശാപമേറ്റ് പകയുടെ അവതാരമായ അശ്വത്ഥാമാവ് ഇപ്പോഴും അലഞ്ഞു നടക്കുന്നു. ഇവിടെ ഇതാ കരിമ്പടവും കണ്ണീരുമായി അവൾ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. താൻ അനുഭവിച്ച ദുരിതങ്ങളെപ്പറ്റി, വ്യഥകളെപ്പറ്റി, നഷ്ടങ്ങളെപ്പറ്റി, പലായനത്തെപ്പറ്റിയൊക്കെ വീണ്ടും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ചതിച്ചവർ ഓരോരുത്തരായി ജനകീയ രോഷത്തിന് മുമ്പിലും വിധിക്ക് മുമ്പിലും കുറ്റാന്വേഷകർക്ക് മുമ്പിലും കീഴടങ്ങുന്നതിൻ്റെ സന്തോഷമുണ്ട് അവരുടെ കണ്ണുകളിൽ. പിണറായി വിജയൻ്റെ തകർന്നടിഞ്ഞ മഹാസാമ്രാജ്യത്തിലേക്ക് നോക്കി അവൾ വീണ്ടും വീണ്ടും ചിരിക്കുന്നു. കേരളത്തിൽ ഭരണമാറ്റമുണ്ടായതോടെയാണ് ബാംഗ്ലൂരിൽ നിന്നും വീണ്ടും കേരളത്തിലേക്ക് സ്വപ്നയ്ക്ക് വരാൻ കഴിഞ്ഞത്. പല ചാനലുകളിലും ഇപ്പോൾ സ്വപ്ന സുരേഷ് അഭിമുഖങ്ങൾ നൽകുന്നുണ്ട്. ഇതിലേറ്റവും രസകരമായി തോന്നിയ ഒരു അഭിമുഖം DNA ന്യൂസ് എന്ന ഓൺലൈൻ ചാനലുമായി സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തലുകളാണ്. അവർ പറയുന്നത് സത്യമാണെങ്കിൽ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ക്ലിഫ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് ബിരിയാണി ചെമ്പിൽ വന്ന സ്വർണം അപ്രത്യക്ഷമായ വിധങ്ങൾ കേട്ടാൽ തലയിൽ കൈവയ്ക്കും. അധികാരസ്ഥാനത്തൊരു മരപ്പാവയെപ്പോലെ ഇരുന്നതല്ലാതെ പിണറായി വിജയൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഉഡായിപ്പ് ബിസിനസ്സുകൾ മുഴുവൻ CM രവീന്ദ്രൻ എന്ന അടുക്കള ക്യാബിനറ്റ് CM-ഉം പിണറായി വിജയൻ്റെ ഭാര്യ കമലയും മകളുമാണത്രേ നടത്തിക്കൊണ്ടിരുന്നത്. ഒരു വലിയ വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനെപ്പറ്റിയുള്ള ചർച്ചകളായിരുന്നു അവിടെ നിത്യവും. ദുബായിൽ നിന്ന് വരുന്ന ഷെയ്ക്ക് സ്വർണം കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇവിടെ നിന്നും എത്ര സ്വർണം കൊടുത്താൽ രാജ്ഞിയെ വരുതിയിലാക്കാം എന്നൊക്കെയാണത്രേ ചർച്ച. മകൾ മാത്രമല്ല, മകളും മകളുടെ അമ്മയും ഇവർ രണ്ടുപേരുമാണ് അവിടുത്തെ ബ്രെയിൻ. ഹീസ് മേ ബി ജസ്റ്റ് എ റബ്ബർ സ്റ്റാമ്പ്. എഴുതി കൊടുക്കുന്ന നോട്ട് വായിക്കാൻ ടിഷ്യൂ പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞാൽ ഒപ്പിടുന്ന ആളാണ്. അമ്മയും നോക്കണേ, ചോർന്നൊലിച്ച കൂരയിൽ നിന്നും ക്ലിഫ് ഹൗസിലെത്തിയ ഒരു സ്ത്രീയുടെ മനസ്സിൻ്റെ പരിവർത്തനങ്ങൾ. ഈ സ്ത്രീ പറയുന്നതൊക്കെ കളവായിരിക്കണേ എന്ന് വിശ്വസിക്കുന്നതാണ് നമ്മുടെ മനസ്സിന് നല്ലത്. അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മളൊരു വെള്ളരിക്കാ പട്ടണത്തിലായിരുന്നല്ലോ പുറത്തത് എന്ന് ചിന്തിച്ച് മനസ്സ് കേടാകും. സ്വപ്ന പറഞ്ഞത് സത്യമാണെങ്കിൽ പിണറായി വിജയനും പാർട്ടിയും പുറത്ത് പിടിച്ചുപറിയും തേച്ചുകുളിയുമായി നടക്കുമ്പോൾ അകത്തൊരു ഗൂഢസംഘമായി അമ്മയും മകളും പ്രവർത്തിക്കുകയായിരുന്നു. ക്ലിഫ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് ബിരിയാണി ചെമ്പിൽ വന്ന ആ സ്വർണം ഏത് വായിലേക്കാണ് അപ്പോൾ പോയത്? അതുരുക്കി ഏതറയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ക്ലിഫ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ചെമ്പ് പോലും ദഹിച്ചു പോകുന്ന മാന്ത്രികതയാണോ? ഇത്രയൊക്കെ ആരോപണങ്ങൾ തുടർച്ചയായി ഉന്നയിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ സ്വപ്ന സുരേഷിനെതിരെ ആ കുടുംബം മാനനഷ്ടത്തിന് കേസിന് പോകാത്തത്? എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കാത്തത്? അങ്ങനെ ചെയ്താൽ ബാക്കി തൊലി കൂടി ആ കുടുംബത്തിൻ്റേത് ഉരിഞ്ഞു പോകുമെന്ന് അവർക്കറിയാം. ജയിലിൽ നിന്നിറങ്ങി വന്ന സ്വപ്ന ആഭാസന്മാരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ പറ്റി ചില കാര്യങ്ങൾ അന്ന് തുറന്നു പറഞ്ഞിരുന്നു. കയറുപിരി ശാസ്ത്രജ്ഞൻ, മസാല മണമുള്ള കിഫ്ബി അച്ചായൻ തണുപ്പ് മാറ്റാനായി തന്നെ മൂന്നാറിലേക്ക് വിളിച്ച കഥയും, അടുത്തു വരുമ്പോഴൊക്കെ തൻ്റെ ലൈംഗിക കാമനകൾ പങ്കുവയ്ക്കുകയും ഞരമ്പ് വലിഞ്ഞു മുറുകി കാമഭ്രാന്തനാവുകയും ചെയ്ത ഒരു പുളകം കൊള്ളിയെപ്പറ്റിയും, തന്നെ കാണുമ്പോഴൊക്കെ വാത്സല്യ ദുഗ്ധം നുണയാൻ കൊതിക്കുന്ന ഭഗവൽ നാമധാരിയെയും അവർ വാക്കുകൾ കൊണ്ട് കൗപീനമുടിപ്പിച്ചു. ഒരുത്തനെ വീടിൻ്റെ 7 അയലത്ത് പോലും കയറ്റാൻ കൊള്ളാത്തവനാണെന്ന് വിധി എഴുതി. ജനം അത് തിരിച്ചറിഞ്ഞു. സംഗതി നാട്ടുകാർ മുഴുവൻ അറിഞ്ഞതോടെ ഈ 3 പേരും മാനനഷ്ടത്തിന് കേസ് കൊടുക്കും, വക്കീൽ നോട്ടീസ് അയക്കും എന്നൊക്കെയായി ഗീർവാണങ്ങൾ. ഈ 3 എണ്ണത്തിനും മാനമുണ്ടെന്നും അവരിപ്പോൾ കേസ് കൊടുത്തത് തിരിച്ചു പിടിക്കുമെന്നൊക്കെ നമ്മൾ കരുതി. പിന്നെ അറിഞ്ഞത് പാർട്ടിയുടെ അനുവാദമുണ്ടെങ്കിൽ മാത്രമേ വ്യവഹാരങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ്. എന്തായാലും അന്ന് സംസ്ഥാന കമ്മിറ്റി കൂടി യഥേഷ്ടം വ്യവഹാരം നടത്താനുള്ള അനുവാദം ഈ 3 പെൺകോന്തന്മാർക്കും കൊടുക്കുകയും ചെയ്തു. എന്നിട്ടും വർഷം 3ഓ 4ഓ ആയി. ഇതുവരെ തങ്ങൾക്ക് മാനമുണ്ടെന്ന് തെളിയിക്കാൻ ഒരു നോട്ടീസ് പോലും സ്വപ്നയ്ക്കെതിരെ അയക്കാൻ ഈ പുളുന്താന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. തങ്ങളുടെ തൊലി പൊളിച്ച് അപമാനിച്ചിട്ടും സ്വപ്നയ്ക്കെതിരെ അവർ കേസിന് പോകാത്തതിന് ഒരു കാരണമുണ്ട്. അങ്ങനെ പോയാൽ ഈ കമ്മിക്കാമന്മാർ അവരോട് സൊല്ലിയതിൻ്റെയും ശൃംഗരിച്ചതിൻ്റെയും മുഴുവൻ കഥകളും വീണ്ടും വീണ്ടും പുറത്തു വരും. അതുകൊണ്ട് തന്നെ സ്വപ്ന പിണറായി വിജയൻ്റെ ഫാമിലിയെപ്പറ്റി പറയുന്ന കാര്യങ്ങളും ശരിയാണെന്ന് സമ്മതിക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ. രണ്ടാം വരവിൽ സ്വപ്ന സകല ചാനലുകൾക്ക് മാറി മാറി അഭിമുഖങ്ങൾ നൽകി പാർട്ടിയെയും പിണറായി വിജയനെയും ആ കുടുംബത്തെയും നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായി പിണറായി വിജയന്.
ക്ലബ് ഹൗസിൻ്റെ അടുക്കളയിലും വിരുന്നുമുറിയിലും നടന്ന മുഴുവൻ രഹസ്യങ്ങളും സ്വപ്നയ്ക്കറിയാം. ഒന്ന് ആലോചിച്ചു നോക്കിയാൽ പിണറായി വിജയൻ പറഞ്ഞ നുണ എത്ര ഭീകരമായിരുന്നുവെന്ന് ചിന്തിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. അത്രയും കാലം ആ വീട്ടിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കയറി ഇറങ്ങി നിരങ്ങിയിട്ടും സകല കാര്യങ്ങളിലും ആ കുടുംബത്തോടൊപ്പം സഹകരിച്ചിട്ടും സ്വപ്നയെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് പിണറായി വിജയൻ പറഞ്ഞത്? അനക്കറിയില്ല. വിജയൻ്റെ വിരുന്നുമേശയ്ക്ക് മുമ്പിൽ വിരുന്നുകാർ വരുമ്പോഴെല്ലാം സ്വപ്ന അവിടെ ഉണ്ടായിരുന്നു. ഇതേ പിണറായി വിജയനാണ് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയെപ്പറ്റി ഒരു ചോദ്യം ചോദിച്ചത്. പരാതി നൽകാൻ വരുന്നവർ എന്തിനാണ് പിന്നിൽ വന്ന് കാതിലൂടെ സ്വകാര്യം പറയുന്നതെന്ന്. പിണറായി വിജയൻ്റെ അടുക്കളയിൽ ഊണുമേശയ്ക്ക് പിന്നിൽ നിൽക്കണമെങ്കിൽ ഈ സ്വപ്ന സുരേഷും മോശക്കാരിയായിരിക്കില്ലല്ലോ. വിജയന് കൊച്ചുമകനോടുള്ള സ്നേഹത്തെപ്പറ്റിയും സ്വപ്ന പറയുന്നു. എളിയിലെടുക്കാവുന്ന കാലം മുതൽ പിണറായി വിജയൻ കൊച്ചുമകനെയും കൊണ്ട് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മകളുടെ കുട്ടിയോടുള്ള ഏതൊരു മുത്തശ്ശൻ്റെയും സ്നേഹക്കൂടുതലും ജാഗ്രതയും കരുതലുമായിരിക്കാം അത്. എന്നാൽ മകൻ്റെ മക്കളെ എങ്ങും കാണുന്നില്ലല്ലോ എന്നും സ്വപ്ന ചോദിക്കുന്നു. മകളുടെ മകനല്ലേ, വേറെയും ചെറുമക്കളുണ്ടല്ലോ, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല, അത് ഈ കുട്ടിയോട് മാത്രമാണുള്ളത്. ചുരുക്കി പറഞ്ഞാൽ പാർട്ടി ഒരു വഴിക്ക്, ED മറുവഴിക്ക്. നിയമസഭയിൽ ചെന്നാൽ പരിഹാസം, പോളിറ്റ് ബ്യൂറോയിൽ ചെന്നാൽ അവിടെ ആക്ഷേപം, പ്രായം പറഞ്ഞുള്ള പരിഹാസങ്ങൾ വേറെ. പിണറായി മൂന്നാം വട്ടവും പാർട്ടിയെ ജയിപ്പിച്ച് അധികാരം തിരിച്ചു പിടിക്കുമെന്ന് കരുതി മാത്രം കൊടുത്തൊരു ഇളവാണ് പിണറായിയുടെ വയസ്സിളവ്. ആ തല നാടാകെ പ്രദർശിപ്പിച്ചിട്ടും ജനം കാലുവാരി നിലത്തടിച്ചു. പരാജയത്തിൻ്റെ പടുകുഴിയിലെത്തിച്ച പിണറായി വിജയനെ എന്തുകൊണ്ടാണ് പാർട്ടി വീട്ടിലിരുത്താതെ വീണ്ടും തോറ്റോടുന്ന പടയുടെ സൈന്യാധിപനാക്കിയിരിക്കുന്നത്? സ്വപ്ന സുരേഷ് ഇപ്പോഴും വിശ്വസിക്കുന്നത് അന്വേഷണം നേരായ വഴിക്ക് നടന്നാൽ അച്ഛനും മകളും അമ്മയും എല്ലാം അകത്താകുമെന്നാണ്. മകൾക്കൊരു ഓയിൽ സാരി കടം കൊടുക്കണമെന്നും ശമ്പളം കിട്ടുമ്പോൾ തിരിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് EMS ജൗളി വ്യാപാരിക്ക് എഴുത്തു കൊടുത്ത കഥ നമുക്കറിയാം. നായനാരാണെങ്കിലും ഭാര്യയെയും മക്കളെയും ഭരണത്തിൻ്റെ 7 അയലത്തടുപ്പിച്ചില്ല. VS ആ നില തന്നെ തുടർന്നു. മകനെതിരെയുള്ള അഴിമതി ആരോപണം ഉയർന്നപ്പോൾ CBIയെ കൊണ്ട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കത്തയച്ച അച്ഛനായിരുന്നു അദ്ദേഹം. പക്ഷേ പിണറായി വിജയനായിരുന്നു നമ്മുടെ അന്തസ്സുള്ള മുഖ്യമന്ത്രി. സാധാരണ രാഷ്ട്രത്തലവന്മാരൊക്കെയാണ് ഭാര്യയെയും കുടുംബത്തെയും കെട്ടിപ്പൊതിഞ്ഞ് നാട് നീളെ സർക്കാർ ചെലവിൽ തൂർത്തിനും ടൂറിനും പോകുന്നത്. പിണറായി വിജയൻ അഴിഞ്ഞാടിയ 10 വർഷങ്ങളുടെ ശേഷിപ്പാണല്ലോ ഇപ്പോൾ കാണുന്ന കേരളം. ഇനി അവരുടെ കൈ കൊടുക്കുകയാണെങ്കിൽ കേരളം മാപ്പിലേ ഉണ്ടാവില്ല. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് കുറയും. വർഗവഞ്ചകർ നിത്യവും ഈ പാർട്ടിയുടെയും പിണറായി വിജയൻ്റെയും തോലിരിക്കുന്നു. സ്വപ്ന സുരേഷ് ഇപ്പോൾ അതിൽ മുളകരച്ച് ചേർക്കുന്നു. കണ്ണൂർ സംഘം എല്ലാം കണ്ടു എന്ന് കൊഞ്ഞനം കുത്തുന്നു. ഭരണപക്ഷത്തിനെതിരെ പ്രയോഗിക്കുന്ന ആയുധങ്ങളെല്ലാം ഒടിഞ്ഞു മടങ്ങുന്നു. വിജയൻ്റെ പതനം പൂർത്തിയാകുന്നത് കാണാൻ ഒരാൾ നിറകണ്ണുകളോടെ ഇപ്പോഴും കാത്തിരിക്കുന്നു സ്വപ്ന സുരേഷ്. വെറും കൂലിയല്ല, പലിശ ചേർത്ത് തന്നെ കിട്ടുമെന്ന് അവർ വിശ്വസിക്കുന്നു.